വെറുതെയല്ല ഈ കവികളൊക്കെ ഉണ്ടാവുന്നേ. ഓഹോ. പ്രേമിക്കുമ്പോ, നിന്നോട് സംസാരിക്കുമ്പോ കാണുന്ന എല്ലാറ്റിനും മുടിഞ്ഞ സൗന്ദര്യം. ഓ, എനിക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമാടി. ആണോ? പിന്നെ കവിത എഴുതാനുള്ള പരിപാടിയാണോ മാഷെ? എന്താ ചിരിക്കുന്നേ? തന്റെ മഞ്ചാടിക്കുരുക്കള് ഇവിടെ എന്റെ തൊട്ടടുത്തിരിപ്പുണ്ട്. കാണായിരുന്നു എന്നെ? മഞ്ചാടിയെ. അപ്പൊ എന്നെ കണ്ട? അല്ല റിപ്പോർട്ടറെ, തന്റെ സിറ്റിസൺ ജേർണലിസം എന്തായി? ഇങ്ങനെ മഴയെ നോക്കി നിന്നോട് സംസാരിച്ചിരുന്ന പിന്നെ എങ്ങനെ ആവാനാ? ഒന്നും ആയില്ലോടോ. ഒന്നും ആയില്ലെങ്കിൽ ഞാൻ പറയട്ടെ ഒരു കാര്യം. ഇവിടത്തെ ഒരു ചേട്ടൻ മോനച്ചൻ പത്രം വിൽക്കല. ഈ വൈകുന്നേരത്തെ പത്രം. അതിന്റെ എല്ലാ കാര്യങ്ങളും എന്റെ അച്ഛനോട് പറയാറുണ്ടോ. അതിന് കണ്ണു കാണാൻ വയ്യാത്ത ഒരു അനിയനേ ഉള്ളൂ. മോനച്ചനെ പ്രേമിച്ചൊരു ചേച്ചി ഉണ്ടായിരുന്നു. അതിപ്പോ ജയിലിലാത്രേ. ഇതൊക്കെ അച്ഛൻ പറഞ്ഞ അറിവാട്ടോ. ആ, അതിന്റെ വീട്ടിൽ ഇപ്പോഴും കരണ്ട് കിട്ടിയിട്ടില്ല അത്രേ. കോളേജ് വിട്ട് ലേറ്റ് ആവുന്ന ദിവസം ഞാൻ കേൾക്കാറുണ്ട് മോനച്ച ഉച്ചത്തെ ബൈബിൾ വായിക്കുന്നത്. അത് സംസാരിക്കുന്ന കേൾക്കുമ്പോ സങ്കടം തോന്നും. കഴിഞ്ഞു എന്റെ മോൻ ചോന്നു. എന്റെ കൺപോലയിൽ അന്ധകാലം കുതിയിരിക്കുന്നു. എന്റെ കൈകൾ അക്കമ്മം പ്രവർത്തിച്ചില്ല. എന്റെ പ്രാർത്ഥന നിർമ്മലമാണ്. ഭൂമി എന്റെ രക്തം മാറ്റി അറിയാതിരിക്കട്ടെ. എന്റെ വിലാപം അവസാനിക്കാതിരിക്കട്ടെ. ഇപ്പോഴും എന്റെ സാക്ഷി യോഗത്തിലും എന്റെ ജാമക്കാരൻ ഉന്നതത്തിലിരിക്കുന്നു. ധൈര്യന്മാർ എന്നെ പരിഹസിക്കുന്നു. എന്നെ കണ്ണ് എന്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു. ഒരുവൻ അയൽക്കാരന് മുൻപിൽ വാദിക്കുന്നത് പോലെ അതെനിക്ക് വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ ന്യായവാദം നടത്തട്ടെ. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു വരാൻ കഴിയാത്ത പാതയിലൂടെ ഞാൻ കടന്നുപോകും. അച്ചായ, എന്തൊരു ജീവിതല്ലേ. അതിനൊന്നും അറിയില്ലടോ. ടെക്നോളജിയോ പുതിയ ലോകോ ഒന്നും. TV പോലും കാണാറില്ല അത്ര. അതിനെ വായിക്കാൻ പഠിപ്പിച്ചത് ആ ചേച്ചിയാ. അതിനെ പ്രേമിച്ച ചേച്ചിയില്ലേ, ആ ചേച്ചി. തനിക്കറിയോടോ, അതിന്റെ ലോകം അത് വിൽക്കുന്ന പത്രത്തിലെ വാർത്തകളാ. ഒരു പാവ അത്. ഹിപ്പിയോ ഹിപ്പിയോ ആരുമായ ജോയ്ക്ക് വായിച്ചേൽപ്പിക്കാൻ വേണ്ടിട്ടാണോ പത്രം വാങ്ങിക്കണേ? അപ്പൊ വിൽക്കണല്ലേ? വിൽക്കണം. വെയിൽ പോട്ടെ. 5 മാസം ഒരു ബ്രോ. അച്ചായ, എപ്പോഴും കൂട്ടി നടന്ന് ഇപ്പൊ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയില്ലേ? ചോദിക്കട്ടെ, അതിനെന്താ? ചോദിച്ചത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തോന്നല്ലേ? വിഎസിന്റെ സ്ഥാനത്തെ പറ്റി CPMലോ CPIയിലോ ഉള്ള ആരുമായും ചർച്ച നടത്തിയിട്ടില്ല. MM മുരളി 11
ഇതേ ഉള്ളൂ എപ്പോഴും ഒരു ബലാത്സംഗം. അച്ചായ, നല്ലൊരു ക്യാരക്ടർ അല്ലേ ഈ മോനച്ചൻ. ഒരു സ്റ്റോറിക്കുള്ള വകയുണ്ട്. ബാക്കിയുടെ കേക്ക് എന്റെ പൊന്നളിയ, ഓടുന്ന ബസ് വെച്ചതൊക്കെ ചെയ്യാന്ന് പറഞ്ഞ സമ്മതിച്ചു, അതും ഡൽഹിയില്. നീയൊക്കെ ഇങ്ങനെ നടന്നോ? നെറ്റിലെ ഫോണിലെ തിയറി മാത്രം കണ്ടു നടന്നിട്ട് ഒരു കാര്യമില്ല. വല്ലപ്പോഴും പ്രാക്ടിക്കൽസ് നടത്തണം. ഏത് ശരിക്കും ഹീറോ തന്നെ അവന്മാര്. അതിന്റെ ചിന്ത മുഴുവൻ ആ പിള്ളേര് സംസാരിച്ച കാര്യത്തെക്കുറിച്ചാ. അതിലൂടെ വലിയ നായകന്മാരായ പീഡനക്കേസിലെ പ്രതികളെക്കുറിച്ചും. ആ പാവത്തിന്റെ പൊട്ട ബുദ്ധി ചിന്തിച്ചത് അത് വിറ്റ പത്രത്തിലെ വാർത്തകളാ ആ പ്രതികളെ നായകന്മാരാക്കിയതെന്ന്. കഷ്ടം. നിങ്ങൾ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെ. എന്നെ ആ കൂട്ടത്തിൽപ്പെടുത്തണ്ട. ചുമ്മാ പറഞ്ഞതാ മാഷേ, വിട്ടേക്ക്. അല്ല, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ ഈ മോനച്ചൻ എന്താ ഇത്ര അനിയൻ ജോയിക്കു എന്തോ ഒരു, അതേപ്പറ്റി അച്ഛൻ വല്ലതും പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ലേ മോനച്ചനെ പ്രേമിച്ചൊരു ചേച്ചിയെ പറ്റി. അതിപ്പോ ജയിലിലാണെന്ന്. അത് തന്നെയാ കാരണം. അപ്പോ അതാണ് മോനച്ചൻ അല്ലേടോ? അതിനറിയില്ല ശരിക്കും അങ്ങനെ ചെയ്താലൊന്നും നാട് നന്നാവൂലെന്ന്. ഡോ, ആ പാവത്തിന് അതിന് കിട്ടിയത് എന്താന്നറിയോ? നേരത്തെ ആണല്ലോ. അച്ചായ, മിണ്ടാത്ത എന്താ അച്ചായ? അച്ചായ, എന്താ പറ്റി അച്ചായ? അച്ചായ, എന്താ പറ്റി എന്റെ അച്ചായന്?
അടുത്തുണ്ട്. പക്ഷെ ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ കർത്താവേ എന്റെ അച്ചായനെ. കാണണമായിരുന്നു എന്നെ? മോനച്ചനെ. അപ്പൊ എന്നെ കാണണ്ടേ? താൻ എന്റെ ചുന്ദരി കുട്ടിയല്ലേ, തന്നെയും കാണണം. മോനച്ചൻ, അറിവുള്ള ലോകത്തെ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ അറിയിക്കാൻ ശ്രമിച്ച സാധാരണക്കാരൻ. ഫേസ്ബുക്കിലും ട്വിറ്ററിലും മാത്രം ഒതുങ്ങുന്ന യുവതലമുറയുടെ പ്രതികരണമല്ല മോനച്ചനിലൂടെ നാം കണ്ടത്. ഉന്നത വിദ്യാഭ്യാസത്തിനുമപ്പുറം അമ്മയേത് പെങ്ങളേതെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയാണ് ആവശ്യമെന്ന് മോനച്ചൻ പറയാതെ പറഞ്ഞു. പ്രിയ മോനച്ച, ഞങ്ങൾ യുവതലമുറ നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുന്നു. റോഡിൽ വലിച്ചെറിയപ്പെട്ടത് അനേകായിരം സഹോദരിമാരിൽ ഒരു സഹോദരിയായിരുന്നുവെന്ന് ഞങ്ങൾ അറിയാത്തതിൽ, അശ്ലീല ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ ക്ലിക്കും ഒരു പാവം പെണ്ണിന്റെ കണ്ണീർ തുള്ളിയാണെന്ന് ഞങ്ങൾ അറിയാത്തതിൽ, സേവ് വാട്ടർ, സേവ് ഫോറസ്റ്റ്, സേവ് ടൈഗർ തുടങ്ങിയ സാധാരണ മുദ്രാവാക്യത്തോടൊപ്പം സേവ് വുമൺ എന്ന് കൂട്ടിച്ചേർക്കേണ്ട അവസ്ഥയിൽ കൊണ്ടെത്തിക്കാൻ അറിഞ്ഞോ അറിയാതെയോ കാരണക്കാരായതിൽ. ഓക്കെ, ഞാൻ ആ കാര്യം പറയുമ്പോ താനത് ഇത്രയ്ക്കും നന്നായി ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ ചേട്ടനെവിടെ? മോനച്ചൻ നിങ്ങൾ കണ്ടില്ലേ? കുറച്ച് വിഷ്വൽസ് എടുത്തുള്ളൂ, സമ്മതിക്കാൻ പാടുപെട്ടു. പിന്നെ പത്രം വെക്കണം എന്ന് പറഞ്ഞു ഒറ്റ പോക്കാ, പിന്നെ കണ്ടില്ല. എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ അതെന്നോട് കൂടി ഇരുന്നു കൊള്ളൂ. നിങ്ങൾ എന്നേക്കാൾ വലിയവനെന്ന് ഭാവിക്കുന്നുവെങ്കിൽ, എന്റെ ദൈന്യം എനിക്കെതിരെ തെളിവായി നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ, ദൈവമാണിതെന്നോട് ചെയ്തതെന്നും എന്നെ വലയിൽ അകപ്പെടുത്തിയതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതിക്രമമെന്നുറക്ക വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല. മുറവിളി കൂട്ടിയാലും എനിക്ക് നീതി ലഭിക്കുന്നില്ല. കടന്നു പോകാനാകാത്ത വിധം അവിടുന്ന് എൻ്റെ പടിവാതിൽ കൊട്ടിയടച്ചു. എൻ്റെ മാർഗങ്ങളെ അന്ധകാരപൂർണമാക്കുകയും ചെയ്തു.